ഹായ്, നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു കാര്യം സംസാരിച്ചിരുന്നു. ജീവിത ചെലവ് വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അതിനുള്ള പ്രധാന ഒന്നാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്നലെ വരെ നമ്മളൊരു തുക കൊണ്ട് വാങ്ങിക്കാൻ സാധിച്ചിരുന്ന സാധനങ്ങൾ ഇന്ന് അതേ തുക കൊണ്ട് വാങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്, അല്ലേ? അതാണ് പണപ്പെരുപ്പം. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാം, കയ്യിലുള്ള പണം അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതുകൊണ്ട് വാങ്ങാൻ കഴിയുന്ന സാധനങ്ങൾ, ആ സാധനങ്ങളുടെ അളവ് കുറയുന്നൊരവസ്ഥ, അതിനെ നമ്മൾ പണപ്പെരുപ്പം എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് കഴിഞ്ഞൊരു 5 വർഷത്തെ ഡാറ്റ എടുക്കുകയാണെങ്കിൽ, ഒരു 2020 നമുക്കൊരു 1000 രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിച്ചിരുന്ന അതേ സാധനങ്ങൾ അല്ലെങ്കിൽ അതേ ക്വാണ്ടിറ്റി, അതേ അളവ് സാധനങ്ങൾ നമുക്ക് ഇന്ന് വാങ്ങിക്കണമെങ്കിൽ ഒരു 1200 മുതൽ 1400 രൂപ വരെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ 1500 രൂപയ്ക്ക് മുകളിലൊക്കെ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. കാരണം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പെട്രോൾ, ഡീസൽ, പാല്, അല്ലെങ്കിൽ പച്ചക്കറി, വാടക, ചികിത്സാ ചിലവുകൾ, വിദ്യാഭ്യാസം, മിക്കവാറും എല്ലാ മേഖലകളിലും ചിലവ് വർദ്ധിച്ചിട്ടുണ്ട്. അതായത് പ്രശ്നം നമ്മളുടെ കയ്യിലുള്ള 1000 രൂപയുടേതല്ല, അതിൻ്റെ വാങ്ങിക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വാങ്ങിക്കാനുള്ള ശേഷി കുറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇത് തന്നെയാണ് ഒരർത്ഥത്തിൽ നമ്മൾ പണപ്പെരുപ്പം എന്ന പേരിൽ അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എന്ന പേരിൽ പറയുന്നത്. കുറേ ഉദാഹരണങ്ങൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. അതായത് മുൻപ് ഒരു കവർ നിറയെ സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിഞ്ഞിരിക്കുന്ന പണം ഇന്ന് അതേ പണം കൊണ്ട് നമുക്ക് ആ കവറിൻ്റെ പകുതി പോലും നിറയുന്ന അത്രയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുന്നുണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാർക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു കുടുംബം, അതായത് ഒരു ദിവസത്തെ കൂലി കൊണ്ട് ആ കുടുംബത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അതേ ജീവിത നിലവാരം, അതിനേക്കാൾ കൂടുതൽ ഒന്നും ചെയ്യാതെ തന്നെ അതേ ജീവിത നിലവാരത്തിൽ നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ അതിനേക്കാൾ ഒരുപാട്, ഒരു ദിവസത്തെ കൂലിയേക്കാൾ ഒരുപാട് പണം ആവശ്യമായിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്കറിയാം, ജീവിത ചെലവ് എല്ലാ രീതിയിലും അല്ലെങ്കിൽ എല്ലാ വർഷവും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, അതിനാനുപാതികമായിട്ട് നമ്മളുടെ വരുമാനം വർദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വരുമാനത്തിൻ്റെ ശതമാനം വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്, അല്ലേ? പക്ഷേ പണപ്പെരുപ്പത്തെ നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും നമുക്കതിന് ഉത്തരം ലഭിക്കുക. പക്ഷേ അതിൻ്റെ ആഘാതം അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് കൊണ്ടുവരുന്ന എഫക്റ്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അതിനായിട്ട്, അതായത് സാമ്പത്തികമായിട്ട് പുതിയ പുതിയ അറിവുകൾ വർദ്ധിപ്പിക്കുക, അതേപോലെ തന്നെ ഒരു വരുമാന സ്രോതസ്സ് എന്ന രീതിയിൽ ഒതുങ്ങാതെ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ അധിക വരുമാന സ്രോതസ്സുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ അന്വേഷിക്കുക. അതുപോലെ തന്നെ പുതിയ കഴിവുകൾ പഠിച്ചിട്ട്, നമുക്കറിയാം ഡിജിറ്റൽ ഇക്കോണമി, അതുപോലെയുള്ള ഇനി മുന്നോട്ട് വളരുന്ന മേഖലയെ പറ്റിയിട്ട് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ദീർഘകാല ലക്ഷ്യത്തോടെ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ദീർഘകാല ലക്ഷ്യത്തോടെ, അതേപോലെ തന്നെ സമ്പാദ്യം വർദ്ധിപ്പിക്കുക, ദീർഘകാല ലക്ഷ്യത്തോടെയുള്ള സമ്പാദ്യങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ ആസൂത്രണം ചെയ്യുക. ഇതൊക്കെ ഒരു ഘട്ടമാണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡ് നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ സമ്പാദിക്കുന്നത് പോലെ തന്നെ പണത്തിൻ്റെ മൂല്യം നമ്മൾ സംരക്ഷിക്കാനും പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ നമുക്കൊരു എന്താ പറയുക, വളരെ വലിയ ഫിലോസഫി ഒന്നുമല്ല, സാധാരണക്കാർക്ക് വേണമെന്ന് വിചാരിച്ച് ചെയ്തു കഴിഞ്ഞാൽ മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകമെങ്ങും അല്ലെങ്കിൽ ലോകമെമ്പാടും ഇന്ന് ആളുകൾ ഡിജിറ്റൽ ഇക്കോണമി, ബ്ലോക്ക് ചെയിൻ, അതുപോലെ തന്നെ ഡിജിറ്റൽ അസറ്റുകളെ പറ്റിയിട്ടുള്ള പുതിയ മേഖലകളെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഡിജിറ്റൽ മേഖല പിന്തുടരണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ട് തീരുമാനങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ മേഖലയെ പറ്റിയിട്ടുള്ള അറിവ് ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്.
സോ നമുക്ക് പണപ്പെരുപ്പത്തെ അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ വരുമാനത്തിനനുസരിച്ച് നമുക്ക് അല്ലെങ്കിൽ ചെലവിനനുസരിച്ച് വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റുന്നില്ല, നമുക്കൊരു സമ്പാദ്യം അല്ലെങ്കിൽ റിസർവ് അല്ലെങ്കിൽ സേവിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതിനൊക്കെ വളരെ എന്താ പറയുക, പരിഹാരം എന്നുള്ളത് ഇനി വരുന്ന മേഖലയെ പറ്റിയിട്ടുള്ള അറിവുകൾ സ്വായത്തമാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പണപ്പെരുപ്പം മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് പണപ്പെരുപ്പം എന്ന് മനസ്സിലാകുന്നതോടുകൂടി സ്വാഭാവികമായിട്ട് വരുന്നൊരു ചോദ്യമാണ് എങ്ങനെ. അതായത് ഒരു വരുമാന മാർഗം മാത്രം മതിയോ, അല്ലെങ്കിൽ കൂടുതൽ വരുമാന മാർഗം, ഒന്നിലധികം വരുമാന മാർഗങ്ങൾ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ കണ്ടെത്താനായിട്ട് സാധിക്കുക, വളരെ സേഫായിട്ടുള്ള വരുമാന മാർഗങ്ങൾ എങ്ങനെയാണ് കണ്ടെത്താൻ സാധിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിലിങ്ങിലേക്ക് കടക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലേക്ക് അല്ലെങ്കിൽ അറിയുന്നവരിലേക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ഓക്കെ, താങ്ക് യു.